ഈ ഒരു കുക്കർ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന മന്തി നമുക്ക് തന്നെ ഉണ്ടാക്കി നോക്കാം. ഇത് നമ്മൾ മന്തിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ. ഇതിന് നമ്മൾ തുളയിട്ട് വെക്കുന്നുണ്ട്. മസാല നന്നായിട്ട് പിടിക്കാനാണ് ഈ തുളയിടുന്നത്. ഇതാ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് പിഞ്ച് ചെയ്ത് കൊടുക്കണേ. ഇതിങ്ങനെ ഈ സൈഡ് എടുത്തുക, ഇങ്ങനെ നന്നായിട്ട് കുത്തി കൊടുക്കുക. ഫോർക്കുള്ളവർ ഫോർക്ക് വെച്ച് ചെയ്താലും മതിയേ. ഇത് നമ്മൾ കത്തി വെച്ചിട്ട് ചെയ്യാണ്. ഇത് നമ്മൾ ചിക്കൻ ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാണ്. ഇച്ചിരി എണ്ണ ഒഴിക്കണേ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, അതേപോലെ കറുവപ്പട്ട, ഗ്രാമ്പു ഉണ്ട്, ഏലക്ക മിക്സ് ആക്കിയിട്ട് ഒരു മസാല റെഡിയാക്കിയിട്ടുണ്ട്. അത് ആഡ് ചെയ്യുന്നു. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. മുളക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എരിവ് ആവശ്യമുള്ളവർക്ക് ആവശ്യം പോലെ ഇടാം. നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പൂണ് ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാല നമ്മൾ ചിക്കനിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ്. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ മൊത്തം 2 സൈഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മസാലയൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചിട്ട് ഇതാ ഇങ്ങനെ 1 മണിക്കൂർ നമ്മളതിന് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 1/2 കിലോ അരിയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ആവശ്യമായ അരി ഇതാ കഴുകി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് മന്തിക്ക് ആവശ്യമായ മസാലക്കൂട്ടാണ്. ഏലക്ക, പട്ട, ഗ്രാമ്പു, ജാതിക്ക എല്ലാം ഉണ്ട്. ജീരകം ഉണ്ട് ഇച്ചിരി. നമുക്കിതാ സ്ക്രീനിൽ കാണുന്ന പോലെ എല്ലാ മസാലകളും അതിൽ ചേർക്കുന്നുണ്ട്. ഇത് മന്തിച്ചോറിലേക്ക് ആവശ്യമാണ്. 2 തക്കാളി, അതേപോലെ മല്ലിച്ചപ്പ്, പച്ചമുളക്, കറിവേപ്പില, ഇച്ചിരി പുതിനയും കൂടി നമ്മൾ അരച്ചെടുക്കുന്നു. അരച്ച മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കിട്ടും നമുക്ക്. ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ അരിഞ്ഞ് കിട്ടിയാൽ മതി. ഇതാ ഇങ്ങനെ ചെറുതായിട്ട്. നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളെ കുക്കറിൽ കയറ്റുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇതാ നാരങ്ങ ഒന്നിങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. നമ്മളെ സാധനം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിൽ കയറ്റാൻ പോവാണ്. ഞങ്ങളിതാ കുക്കർ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഒന്ന് ഫ്ലെയിം ഇട്ട് കൊടുത്തു. ലൈറ്റായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അടിയിൽ പറ്റാണ്ടിരിക്കാനാണ്. ഇത് ചിക്കൻ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. നമ്മൾ 2 പീസ് ചിക്കനും കുക്കറിലേക്ക് ഇറക്കി കൊടുത്തു. മസാലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാ കുക്കർ നമ്മൾ അടച്ചു വെക്കണം. അടച്ചു വെച്ചതിന് ശേഷം ഒരു 4 വിസിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. 4 വിസിലടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാൻ പോവാണ്. ചെറിയൊരു ഗ്യാസ് ഇപ്പോഴും ഉണ്ട്. നോക്കട്ടെ. തുറക്കാൻ പോവാണ്. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മന്തിക്കായുള്ള ചിക്കൻ ഇതാ ആവിയിൽ വന്ന് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ അതേ കുക്കറിലേക്ക് തന്നെയാണ് നമ്മൾ ചോറ് റെഡിയാക്കാൻ പോകുന്നത്. മന്തി റൈസ് റെഡിയാക്കാൻ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. ഞങ്ങൾ ആ ചിക്കൻ സ്റ്റോക്കിലേക്ക് ആവശ്യമായ മസാല എടുക്കുന്നത്. ഇതാ നേരത്തെ കാണിച്ച മസാലക്കൂട്ട് അതിനകത്ത് ഇട്ടു. ഇതാ നേരത്തെ അരച്ചെടുത്ത തക്കാളിയും ആ കൂട്ടും ഞങ്ങൾ അതിലേക്ക് ഒഴിച്ചു.
ഇതാ ഒരു കഷ്ണം പുതിന ഇല ഇടുന്നു. ഇതാ ചെറുനാരങ്ങ അരിഞ്ഞത് 2 കഷ്ണം. ചെറുനാരങ്ങ കുരു കളഞ്ഞിട്ടാണ് ഇടേണ്ടത്, അല്ലെങ്കിൽ ഒരു കയ്പ്പ് വരും. ഇതാ കുരുമുളക് ഇങ്ങനെ ഇടണേ. അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. 1ന് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് നമ്മൾ വെള്ളത്തിനായിട്ട് എടുക്കുന്നത്. ഞങ്ങൾ 2.5 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു, 1 കിലോ അരി 2.5 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വെള്ളം എടുക്കുന്നു. 1ന് 1.5 ഗ്ലാസ് വെള്ളം. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഓൾറെഡി നമ്മൾ മസാലയൊക്കെ ഉള്ള ആ വെള്ളം കൂടെ നോക്കിയിട്ട് വേണം വെള്ളം ആഡ് ചെയ്യാൻ. എന്നിട്ട് ഈ തയ്യാറയിലേക്ക് നമ്മൾ 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നു. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരി ആഡ് ചെയ്യാൻ പോവാണ്. അതിലേക്ക് അരി ആഡ് ചെയ്യുന്നു. ഇതിലൊരു നെയ്യൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നെയ്യില്ലാണ്ടാണ് കുക്കറിൽ സ്റ്റീം ചെയ്തെടുക്കുന്ന റൈസാണ് മന്തി റൈസ്. അതുപോലെ തന്നെ നമ്മൾ ഒരു നെയ്യും ആഡ് ചെയ്തിട്ടില്ല. കടകളിലൊക്കെ ആട്ടിൻ്റെ നെയ്യ് അല്ലെങ്കിൽ പോത്തിൻ്റെ നെയ്യൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. നമ്മളിത് ഒരു നെയ്യും ഇല്ലാണ്ട് നല്ലപോലെ സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ്. ഇതും അതേപോലെ ഒരു 3 വിസിലടിക്കുമ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. നമ്മളിവിടെ മന്തി റൈസ് ഓപ്പൺ ആക്കാൻ പോവാണ്. നല്ല സെറ്റ് സാധനമായിട്ടുണ്ട്. നമുക്കിങ്ങനെ മന്തി റൈസ് എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അരിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ രൂപത്തിൽ ഇപ്പോൾ നമ്മുടെ മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. അതാ നമ്മുടെ മന്തി പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ചോറ് ഇങ്ങനെ ചൂട് ചോറാണ്, അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ സാധനം സെറ്റായിട്ട് കിട്ടും. നമ്മുടെ മന്തി റൈസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. ഒരു കുക്കർ വെച്ചിട്ടാണ് ഈ മന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കാനൊരു ത്രില്ലൊക്കെ ഉണ്ട്. വീട്ടിൽ തന്നെ ആക്കിയൊരു ഐറ്റമാണ്. നമ്മളെ ചിക്കൻ പീസ് അങ്ങനെ മന്തി പ്ലേറ്റ് നമ്മൾ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ മന്തിൻ്റെ കൂടെ കഴിക്കാൻ ഹോം മെയ്ഡ് ഓയിൽ ഫ്രീ മയനൈസും കൂടെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ റെസിപ്പി എന്നുള്ളൊരു കമൻറ്റ് ഇട്ടാൽ മതി. ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് മയനൈസ്. നമ്മുടെ മന്തി ഇവിടെ കഴിക്കാൻ പാകത്തിന് തയ്യാറായിട്ടുണ്ട്. ഇതാ ഞാനിത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. മയനൈസും ചേർത്ത് നമ്മുടെ മന്തി റൈസ് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. വീട്ടിൽ ഉണ്ടാക്കിയോണ്ട് പറയില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.